നമസ്കാരം. ബാലതാരമായ സിനിമയിൽ എത്തിയത് മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യ മാധവൻ. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത്. പിന്നീട് മലയാള സിനിമയുടെ നായികാ സങ്കല്പമായി മാറുകയായിരുന്നു. 2 പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു. പൂക്കാലം വരായി എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യ തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചതെങ്കിലും അഴകിയ രാമനിലൂടെയാണ് കാവ്യയെ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ദിലീപുമായുള്ള വിവാഹശേഷം താരം ഇപ്പോൾ മറ്റു സിനിമകളിലൊന്നും അഭിനയിക്കാറില്ല. അതേസമയം മലയാള സിനിമയെ എക്കാലത്തെയും മികച്ച ഓൺ സ്ക്രീൻ താരജോഡികൾ തന്നെയായിരുന്നു കാവ്യ മാധവനും ദിലീപും. ഇപ്പോൾ ഓഫ് സ്ക്രീനിലും ഞങ്ങൾ ദ ബെസ്റ്റ് ആണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. ഒരുമിച്ച് പങ്കെടുക്കുന്ന വേദികളിലെല്ലാം സെൻട്രൽ ഓഫ് ദ അട്രാക്ഷൻ എപ്പോഴും കാവ്യയും ദിലീപും തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മീരാനന്ദന്റെ വിവാഹത്തിന് എത്തിയപ്പോഴും സ്ഥിതി മറ്റൊന്നുമായിരുന്നില്ല. മകൾ മഹാലക്ഷ്മിക്കൊപ്പമാണ് വിവാഹ റിസപ്ഷന് കാവ്യയും ദിലീപും എത്തിയത്. വന്നിറങ്ങിയത് മുതൽ ക്യാമറ കണ്ണുകൾ താരജോഡികൾക്ക് പിന്നാലെയായിരുന്നു. ഒരുമിച്ചുള്ള നടത്തവും പരസ്പരമുള്ള കരുതലും എല്ലാം സോഷ്യൽ മീഡിയ ഒപ്പിയെടുത്തു. അതൊന്നും പോരാതെ ഇപ്പോഴിതാ രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുന്ന ഫംഗ്ഷന്റെ ഫോട്ടോയുമായി എത്തിയിരിക്കുകയാണ് കാവ്യ മാധവൻ. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് വൈകി ജോയിൻ ചെയ്ത കാവ്യ മാധവൻ വല്ലപ്പോഴും കൂടെയാണ് ഒരു ഫോട്ടോയോ പോസ്റ്റോ പങ്കുവയ്ക്കുന്നത്. അത് ഇതുപോലുള്ള എന്തെങ്കിലും പ്രത്യേക ദിവസം വന്നെത്തുമ്പോൾ ആശംസയോ സന്തോഷമോ അറിയിക്കാനായിരിക്കും. സൈഡിലൂടെ തന്റെ ലക്ഷ്യ എന്ന വസ്ത്ര വ്യാപാര ബിസിനസ്സിനുള്ള പ്രൊമോഷൻ നൽകാനും കാവ്യ മറക്കാറില്ല. ലക്ഷ്യയുടെ വസ്ത്രമാണ് കാവ്യ ധരിച്ചിരിക്കുന്നത്. ചിത്രത്തിലെ ഏറ്റവും ആകർഷണം വാത്സല്യവും പ്രണയവും നിറഞ്ഞുകൊണ്ട് ദിലീപ് കാവ്യയെ നോക്കുന്ന ആ നോട്ടം തന്നെയാണ്. കാവ്യയുടെ മുഖത്തെ ആ ചിരി ഇപ്പോഴത്തെ ഇരുവരുടെയും സന്തോഷ ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്നു. എന്നും ഇതുപോലെ ചേർന്ന് നിൽക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗിയെന്ന് ആരാധകരും പറയുന്നുണ്ട്. ചിത്രം ഇതിനോടകം ദിലീപ് കാവ്യ മാധവൻ ഫാൻസ് പേജുകളിൽ വൈറലായി കഴിഞ്ഞു. അതിനൊക്കെ അപ്പുറം മീരാനന്ദനുമായി നല്ല ഒരു സൗഹൃദം ബന്ധം സൂക്ഷിക്കുന്ന താരമാണ് കാവ്യ മാധവൻ. ഇരുവരും ഒന്നിച്ച് ലോക്പാൽ എന്ന സിനിമ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ സിനിമ ചെയ്യുന്നതിന് മുൻപേയുള്ള സൗഹൃദമാണ്. ദിലീപിന്റെ നായികയായിട്ടാണ് മീരാനന്ദനും ഇൻഡസ്ട്രിയിൽ തുടക്കം കുറിച്ച് എന്ന പ്രത്യേകതയുമുണ്ട്. ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ സജീവമല്ലാത്ത കാവ്യ ഇപ്പോൾ ബിസിനസ്സിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കാവ്യയുടെ സംരംഭമായ ലക്ഷ്യയ്ക്ക് വേണ്ടി മോഡലായും കാവ്യ തന്നെയാണ് എത്താറുള്ളത്. ലക്ഷ്യയുടെ വസ്ത്രങ്ങൾ അണിഞ്ഞ് നിൽക്കുന്ന കാവ്യയുടെ ചിത്രങ്ങളെല്ലാം വൈറലായി മാറാറുണ്ട്. കൊച്ചിയിൽ ദിലീപിന്റെ കുടുംബമെല്ലാം ഒന്നിച്ചു താമസിക്കുന്ന വീട്ടിലായിരുന്നു കാവ്യയും താമസിച്ചിരുന്നത്. എന്നാൽ കുറച്ചു നാളുകളായി കാവ്യയും ദിലീപും മഹാലക്ഷ്മിയുമായി ചെന്നൈയിലാണ് താമസം. മകളുടെ പഠനാവശ്യങ്ങൾക്കായാണ് കുടുംബം താമസം അങ്ങോട്ടേക്ക് മാറ്റിയതെന്നായിരുന്നു വിവരം. ദിലീപിന്റെ മൂത്ത മകൾ മീനാക്ഷിയും ചെന്നൈയിലാണ് ഹൗസ് സർജനായി പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ മകളുടെ കാര്യവും ബിസിനസ്സും ഒക്കെയായി തിരക്ക് പിടിച്ച ജീവിതമാണ് കാവ്യയുടേത്. എങ്കിലും കുടുംബത്തിനൊപ്പം പരിപാടികളിലും ചില ഫംഗ്ഷനുകളിലുമൊക്കെ എത്താറുമുണ്ട്. ബിസിനസ്സിനൊപ്പം കുടുംബജീവിതവും ഒരുമിച്ചാണ് കാവ്യ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു സിനിമാ പാരമ്പര്യവും ഇല്ലാത്ത കുടുംബത്തിൽ നിന്നും വന്ന കാവ്യ ഒട്ടനവധി വ്യത്യസ്ത കഥാപാത്രങ്ങൾക്കാണ് ജീവൻ നൽകിയത്. ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്നും ഇടവേള എടുത്തിരിക്കുകയാണ് താരം. ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച കാവ്യ മാധവൻ ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു കാണണമെന്നതാണ് മലയാളികളുടെ ആഗ്രഹം. എന്നാൽ ഇനി സിനിമയിലേക്ക് കാവ്യ തിരിച്ചു വരില്ലെന്നാണ് അടുത്തിടെ പറഞ്ഞത്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ റിസപ്ഷൻ എത്തിയപ്പോഴായിരുന്നു കാവ്യ ഇതേക്കുറിച്ച് പറഞ്ഞത്. സിനിമയിലേക്ക് തിരിച്ചു വരുമോ എന്ന ചോദ്യത്തിന് ചിരിച്ചുകൊണ്ട് ഇല്ല എന്ന് മറുപടിയായിരുന്നു താരം തന്നത്. കാവ്യയുടെ ഈ വാക്കുകൾ ആരാധകരിൽ നിരാശയാണ് സൃഷ്ടിച്ചത്. ഇടക്കാലത്ത് കാവ്യ നടത്തിയ മേക്ക് ഓവറും ചർച്ചയായി മാറിയിരുന്നു.